1948 വാഗ്ദത്ത ഭൂമി, 2030 വാഗ്ദത്ത ഭൂമി, 2050 വാഗ്ദത്ത ഭൂമി. ഭായ്, ചരിത്രത്തിലെ ഏറ്റവും ദൗർബല്യമേറിയ റിയൽ എസ്റ്റേറ്റ് സബ്സ്ക്രിപ്ഷനാണ് നടക്കുന്നത്. ഇതൊരു തമാശ പോലെ കേൾക്കാം, പക്ഷേ അതിന് പിന്നിൽ പതിറ്റാണ്ടുകളായുള്ള ഒരു സംഘർഷത്തിൻ്റെ കഥയുണ്ട്. 1948 ഒരു രാജ്യത്തിൻ്റെ ജനനം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇസ്രായേൽ, അതോടൊപ്പം തന്നെ മറ്റൊരു ജനതയുടെ നഷ്ടബോധം. നഗ്ബ, ഒരാൾക്ക് അത് സ്വപ്നം സഫലമായ ദിനം, മറ്റൊരാൾക്ക് അത് നഷ്ടപ്പെട്ട ഭൂമിയുടെ തുടക്കം. കാലം കടന്നു പോകുമ്പോൾ വാഗ്ദാനങ്ങൾ മാറിയില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം മാത്രം മാറിക്കൊണ്ടിരുന്നു. ഒരിക്കൽ സുരക്ഷയുടെ പേരിൽ, പിന്നീട് അതിർത്തികളുടെ പേരിൽ, ഇപ്പോൾ രാഷ്ട്രീയം, ശക്തി, മതം എല്ലാം ചേർന്ന ഒരു വലിയ ഗെയിം. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം ഒരു സാധാരണ ഭൂമി തർക്കമല്ല. ഇവിടെ ചോദ്യം ആരാണ് ശരി എന്നതല്ല, ആരാണ് ജീവിക്കാൻ കഴിയുന്നത് എന്നതാണ്. ഒരു മാപ്പ് വരയ്ക്കുമ്പോൾ ഒരു വര വരയ്ക്കുന്നത് പോലെ തോന്നാം, പക്ഷേ ആ വരകൾ ചിലർക്ക് അതിർത്തി, മറ്റു ചിലർക്ക് അത് മതിൽ. ഒരു ജനതയുടെ ജീവിതം മായ്ച്ചു കളയപ്പെടുമ്പോൾ അതൊരു ജിയോഗ്രഫി പ്രശ്നമല്ല, അത് മനുഷ്യാവകാശങ്ങളുടെ പ്രശ്നമാണ്. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമില്ല. ചരിത്രം എഴുതുന്നത് ജയിച്ചവർ ആണെന്ന് പറയും, പക്ഷേ ഇവിടെ ഇന്നും ആരും ജയിച്ചിട്ടില്ല. 6 ഡേ വാർ മുതൽ ഇന്നത്തെ സംഘർഷങ്ങൾ വരെ കാലം മാറി, ആയുധങ്ങൾ മാറി, പക്ഷേ വേദന അതുപോലെ തന്നെ തുടരുന്നു. ഓരോ വർഷവും പുതിയ തലമുറകൾ പഴയ കോപങ്ങൾ കൈമാറുന്നു. ഒരു കുട്ടിക്ക് ബാല്യം നഷ്ടപ്പെടുന്നു, ഒരു കുടുംബത്തിന് വീട് നഷ്ടപ്പെടുന്നു, ഒരു ജനതയ്ക്ക് ഭാവി തന്നെ അനിശ്ചിതമായി മാറുന്നു. പക്ഷേ ലോകം അത് നോക്കി നിൽക്കുകയാണ്. ചിലർ പിന്തുണയ്ക്കുന്നു, ചിലർ വിമർശിക്കുന്നു, പക്ഷേ യുദ്ധം നിർത്താൻ കഴിയുന്നവരൊക്കെ ഇന്നും തീരുമാനമെടുക്കുന്നില്ല. 2030 ആയാലും 2050 ആയാലും വാഗ്ദത്ത ഭൂമി എന്ന വാക്ക് മാറിയില്ലെങ്കിൽ ഈ കഥ അവസാനിക്കില്ല. ഇതൊരു രാജ്യത്തിൻ്റെ കഥയല്ല, ഇത് മനുഷ്യരാശിയുടെ പരീക്ഷയാണ്. നമ്മൾ ടെക്നോളജി കൊണ്ട് ചന്ദ്രനിലേക്ക് പോകുന്ന കാലം, പക്ഷേ ഭൂമിയിൽ 2 ജനങ്ങൾക്ക് ശാന്തിയായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്താൻ ഇന്നും കഴിയുന്നില്ല. അവസാനം ചോദ്യം ഒന്നു മാത്രം: ഭൂമിക്ക് വേണ്ടി മനുഷ്യർ പോരാടുമോ, അല്ലെങ്കിൽ മനുഷ്യർക്കായി ഭൂമി പങ്കിടുമോ?